വിരോധം എന്ന് പറഞ്ഞാൽ അറിയാമോ? So nice, Against type. sister. നമ്മള് പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ കള്ളം പറയുക, അങ്ങനെയൊക്കെയുള്ള സിസ്റ്റർ ഇപ്പൊ എവിടെ ഉണ്ട്? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിരോധമായിട്ട് ഏതാശുപത്രി? ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ ലോകത്തെ രക്ഷിപ്പാനായിട്ടാണ് ഈ ജീസസ് ക്രൈസ്റ്റ് ആണോ പിതാവായ ദൈവത്തിൻ്റെ മകനായിട്ട് ജീസസിനെ വിട്ടതാ. ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയല്ല വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ജനിച്ച് ജീസസ് ജനിച്ചത് ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി കഷ്ടത, ക്രൂസിഫിക്കേഷൻ, അടി, മുള്ള, ഇതെല്ലാം കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകി. നമുക്ക് വേണ്ടിയിട്ട് രക്ഷ, നമ്മുടെ പാപമെല്ലാം ജീസസ് ക്രൈസ്റ്റ് മെസ്സിഹ കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മെസ്സിഹ തമ്പുരാനെ. അപ്പം മെസ്സിഹ തമ്പുരാനെയും നമ്മൾ വിളിക്കുക. നിനക്ക് വിരോധമായി, അപ്പൊ മെസ്സിയായിക്ക് വിരോധമായി നമ്മൾ പാപം ചെയ്തിട്ടുണ്ട്. ആദ്യം പിതാവിനോട് പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് മെസ്സിഹ തമ്പുരാനെ നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്ന മരിച്ചവരെ ഉയർപ്പിക്കുന്നതാണല്ലോ ജീസസ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ച കർത്താവ്. അപ്പൊ ജീവിപ്പിക്കുന്നതിനും ആശ്വസിപ്പിച്ച്, നമുക്ക് ദുഃഖം വരുമ്പോൾ നമുക്ക് തന്നെത്താനെ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്, ദൈവം തമ്പുരാൻ നമുക്ക് ആശ്വാസം, നമ്മുടെ കരച്ചിലൊക്കെ കുറയുന്നത്. അപ്പോൾ ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കും, നമ്മളുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറ്റി നമുക്കൊരു ആരാം കിട്ടും. പരിശുദ്ധാത്മാവ ഹോളി സ്പിരിറ്റ്. അപ്പം നമ്മൾ 3 പേരെയാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന് പിതാവ്, ഒന്ന് പുത്രൻ ജീസസ് ക്രൈസ്റ്റ്, പിന്നെ ഹോളി സ്പിരിറ്റ്. അപ്പം ഈ 3 പേർക്കും കൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ നിനക്ക് വിരോധം. പരിശുദ്ധാത്മാവിന് വിരോധമായി നമ്മൾ എന്തെങ്കിലും ചെയ്യും. അപ്പം പരിശുദ്ധാത്മാവിന് വിരോധമായും ഞാൻ ചെയ്തു പോയ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടും. ഏറ്റവും വിരോധമായി ഞാൻ ചെയ്തു പോയ വിരോധമായി നമ്മൾ സകല പാപങ്ങളെയും സങ്കടപ്പെടും. ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനുതപിക്കുന്നു. അനുതപിക്കുന്നു പറഞ്ഞാൽ എന്തോ അനുതാപം എന്തോ നമ്മൾ അനുതപിക്കുക. അയ്യോ ഞാനിങ്ങനെ ചെയ്തു പോയി, എനിക്കിങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഞാൻ സങ്കടപ്പെടുന്നു. ഇതെല്ലാം നമ്മൾ തെറ്റുകളെല്ലാം ചെയ്തു പോയത് സങ്കടപ്പെടുന്നു. അപ്പോൾ പിന്നെ പറയുക സത്യമായി അനുതപിക്കുന്നവർ. ഇപ്പം ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക, ദൈവമേ എന്നോട് ക്ഷമിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പം അങ്ങനെ പറയുന്ന ഒരു ഡിക്ലറേഷൻ എഴുതി, സത്യമായി അനുതപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കും. കൈക്കൊള്ളുമെന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ദൈവം അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന്. കൈക്കൊള്ളുമെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം അതൊരു പ്രോമിസ്. ഞാൻ വിശ്വസിക്കുക, സകലത്തിലും പിഴച്ചു, ഇപ്പം പള്ളി പോയില്ല, പിഴച്ചെന്ന് പറഞ്ഞാൽ ഞാൻ സിന്നറാ, പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. പിന്നെയും ഞാൻ പറയാം, ഞാൻ അക്സെപ്റ്റ് ഏറ്റുപറയുന്നു. വിചാരത്തിൽ, തിങ്കിങ്സിൽ, വചനത്തിൽ, പ്രവൃത്തി, ആക്ഷൻ ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകൾ എല്ലാം ഞാൻ ലംഘിച്ചു. കൽപ്പനകൾ എത്ര? 10 കൽപ്പനകൾ. അമ്മ അപ്പനെ पापा ये 3 इडियट्स के बोस जैसे हैं ये I told you ना. എല്ലാം ഞാൻ ലംഘിച്ചു.
നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. നീ നിനക്ക് ശിക്ഷിക്കാനാണെങ്കിൽ ശിക്ഷിക്കാം. शिक्षिका मतलब തുമക്കോ Punish. പണിഷ് ചെയ്യാനാണെങ്കിൽ എനിക്ക് പണിഷ് ചെയ്യാൻ ഒക്കും. പക്ഷേ ദൈവനമ്പുരാൻ ക്ഷമിക്കുന്ന ദൈവമാണ്. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. പാത്രം എന്ന് പറഞ്ഞാൽ I am guilty of the punishment. Guilty बोलते हैं ना. ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, Considerate and forgiving God. ചുങ്കക്കാരൻ Tax collector. ടാക്സ് കളക്ടറിനെ ദൈവനമ്പുരാൻ മാഫി കർ ദിയ. പിന്നെ പാവിയായ സ്ത്രീ, That sinful woman. നല്ലക്കാരത്തി മറിയ, കുരിശിൽ വെച്ച കള്ളൻ, It's in the thief on the cross. ചങ്കക്കാരനെയും പാവിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ടു. उनको भी बचाया. ജീസസ് ക്രൈസ്റ്റ് ക്ഷമിച്ചു. കുരിശ് കൈക്കൊണ്ട പ്രകാരം അങ്ങനെ In the അവരോട് same ക്ഷമിച്ച മാനറിൽ എന്നെയും കൈക്കൊണ്ട് Please take me to നിന്റെ തിരുവചനത്തിൻ്റെ തിരുവചനം എന്ന് പറഞ്ഞാൽ നമ്മുടെ the ബൈബിളിൻ്റെ gospel. നമ്മളുടെ ബൈബിൾ മുഴുവനും ദൈവത്തിൻ്റെ വചനങ്ങളാണ്. ആ തിരുവചനത്തിൻ്റെ തണുപ്പൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്ഷമിക്കുക എന്ന് के अनुसार नहीं हिंदी realm में बोलते हैं ना, मतलब उसके अनुसार. वही तो बोला ना തിരുവചനത്തിന് തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണം. आश्वसित To console me. अच्छा मतलब अपन किसी को आश्वासन देते ना, if there is a problem तो बोले यार हम तुम्हारे साथ सहानुभूति रख रहे हैं. empathy. Empathy. കർത്താവെ, പിന്നൊടുവിൽ നമ്മൾ പറയുക, കർത്താവെ ഞാൻ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ जो लेने जा रहे हैं ഹല്ലേലൂയ നമ്മളുടെ കുർബാന, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനും ആയിത്തീരരുത്. शिक्षा विधि की ശിക്ഷാവിധിക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ If you take those sacraments in a unholistic way, നമ്മൾ ഇത് ശരിയായിട്ട് ഇത് നമ്മൾ അനുദപിക്കുവാൻ നമ്മൾ പറയുവായോ ഞാൻ नहीं आज मात्रा में आज जो बॉडी है ना, जो बॉडी और जो ब्लड है, it is mystical. It is supposed to be God's, Jesus Christ body and blood. अगर आप उसको लेते हो and then again you are repeating the sins, वो बोल रहे हैं. തിരുരക്തവും എനിക്ക് नहीं फिर से एक बार रीड किया था കർത്താവെ ഞാൻ അനുഭവിക്കുന്ന ഞാൻ ഈ എടുക്കുന്ന The sacraments which I am now taking. ശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷയ്ക്കും കുറ്റത്തിനും ആയിത്തീരാതെ ജീവനും എന്ന് പറഞ്ഞാൽ എന്തോ ലൈഫ്, പിന്നെ രക്ഷ എന്തോ രക്ഷ Life and अरे इंग्लिश में ना, may not salvation. lead me to judgment and condemnation. എനിക്ക് ജീവനും Life and salvation. രക്ഷയ്ക്ക് രക്ഷ എന്ന് പറഞ്ഞാൽ സാൽവേഷൻ. അതിനകത്ത് രക്ഷയ്ക്കും ആക്കി തീർക്കണമേ requesting. റിക്വസ്റ്റിംഗ് ആക്കി തീർക്കണമേ. ആമേൻ.